കോഴിക്കോടുള്ള സ്വപ്നചിത്രയുടെ ഒരു ചിത്രപ്രദർശനം നടക്കുകയാണ്. നിങ്ങളോട് ഇനി പുതുതായിട്ട് പറയണമെന്ന് ഉണ്ടായിരിക്കില്ല, കാരണം പലരും ഈ ചിത്രപ്രദർശനത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഭിന്നശേഷിക്കാരായവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നൊരു വേദി, അവർക്കൊരു ചിത്രപ്രദർശനം നടത്താനൊക്കെയുള്ള ഒരു വേദിയായിട്ടാണ് സ്വപ്നചിത്ര അത്തരത്തിലൊരു ചിത്രപ്രദർശനം ഒരുക്കുന്നത്. ഫെബ്രുവരി 6 മുതൽ കോഴിക്കോട് ആർട്ട് ഗാലറിയിലാണ്. നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടേക്കാം. അതിൻ്റെ ആളുകൾ, അതിൻ്റെ എല്ലാ ജോലികളും ഇവിടെ പുരോഗമിക്കുകയാണ്. ഡ്രീം ഓഫ് അസ് എന്ന കൂട്ടായ്മയാണ് ഈ ചിത്രപ്രദർശനം സ്വപ്നചിത്ര സംഘടിപ്പിക്കുന്നത്. അവരുടെ 4ാമത്തെ എഡിഷനാണിത്. ഭിന്നശേഷിക്കാരായ ആളുകൾ, അവരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ നല്ല കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ ഒരു 4 ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി അവരുടെ ചിത്രങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രദർശനം നടത്തുക, അതാണ് സ്വപ്നചിത്രം. എത്ര പേരുണ്ട് നമുക്ക് ഇത്തവണ? ചേച്ചി, നമുക്ക് ഇപ്രാവശ്യം 123 ആൾക്കാരാണ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ അവരുടെ ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ 123 ചിത്രകാരന്മാരിൽ 13 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. നമുക്ക് ആകെ 21 ഡിസബിലിറ്റി കാറ്റഗറീസ് ആണ് ഉള്ളത്. അതിൽ 13 വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇപ്രാവശ്യം നമുക്ക് നോമിനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ ആ ഗ്രൂപ്പിലൊരു അംഗമായതുകൊണ്ട് തന്നെ എനിക്കതറിയാം. അതിനകത്ത് നിങ്ങൾ നടത്തിയൊരു യാത്ര, ഈ ആളുകളെ കണ്ടുപിടിക്കാൻ, അതൊക്കെ എങ്ങനെയായിരുന്നു? ചേച്ചി, ഇത് 6 മാസം മുമ്പേ തുടങ്ങിയിരുന്നു വർക്കാണ്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 1 മാസത്തോളം സമയമെടുത്തിട്ട് 16 ടീമുകളായിട്ട് 14 ജില്ലകളിൽ സഞ്ചരിച്ചതാണ്. ഓരോ പ്രദേശത്തുള്ള അറിയപ്പെടാത്ത ഭിന്നശേഷിക്കാരായ ആളുകളെ വീടുകളിൽ പോയിട്ടാണ് നമ്മൾ ചിത്രം എടുത്തത്. ഈ ഫ്രെയിമിൽ ഇപ്പോൾ കാണുമ്പോൾ ചിത്രം ഭയങ്കര ഭംഗിയുള്ള ചിത്രങ്ങളാണ്. സത്യത്തിൽ അവർ പേപ്പറിലൊക്കെ വരച്ചു വെച്ച ചിത്രങ്ങളായിരിക്കും. അത് നമ്മളെടുത്തിട്ട് മൗണ്ട് ചെയ്ത് ഫ്രെയിം ചെയ്തിട്ടാണ് എക്സിബിഷന് രൂപപ്പെടുത്തിയത്. അപ്പോൾ ഇത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു തുകയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു തുകയ്ക്കോ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുകയും ആവശ്യക്കാരന് ആ ചിത്രം വാങ്ങിയിട്ട് മുഴുവൻ തുക നമ്മൾ അതേപോലെ കലാകാരന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യും. നമ്മളിതിപ്പോൾ 4ാമത്തെ എഡിഷനാണ് സ്വപ്നചിത്ര. ആദ്യത്തേത് വെറും 30 ആളുകൾ പങ്കെടുത്തിരുന്നതാണ്. 2ാമത്തേത് 50ആയി, 3ാമത്തേത് 80ആയി. പക്ഷേ അതിനുശേഷം നമുക്ക് കോവിഡിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ആളുകൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി, നമുക്ക് സ്വപ്നചിത്രം നടത്തണ്ടേ. ഞങ്ങൾ തൽക്കാലം 3 എഡിഷനിൽ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം നമ്മളൊരു സങ്കല്പം, ഒരു പെർമനൻ്റ് ആർട്ട് ഗാലറിയാണ്, നമ്മൾ അതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈ തവണ നമ്മൾ ഈ സഞ്ചാരത്തിൽ പുതിയതായിട്ട് ഏകദേശം 123 കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക. അതിൽ കുറച്ച് പേര് നമ്മൾ നേരത്തെ കാൻഡിഡേറ്റ്സുകളുണ്ട്, അവർക്ക് ഈ ചിത്രം തന്നെ ഇവിടെ വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞ ആളുകളുണ്ട്. അവരെയൊന്നും കൂടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട നമ്മളെ സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന. അവരിവിടെ വരുന്നത് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഇവിടുന്ന് 6 ദിവസം സമയം ചെലവഴിച്ചിട്ട് അവരിവിടുന്ന് പോകുമ്പം കിട്ടുന്ന സന്തോഷം, പിന്നെ ഒരാൾ ചിത്രം വാങ്ങിയിട്ട് ആ തുക കൊടുത്തിട്ട് പോവുക എന്നുള്ള നിലയ്ക്കല്ല, ഒരു വാങ്ങൽ കൊടുക്കൽ എന്നുള്ള നിലയ്ക്കല്ല, നേരെ തിരിച്ച് ഇവർക്ക് വേണ്ട എല്ലാതരം സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ള നിലയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡോക്ടർ ഒരു ചിത്രം വാങ്ങുന്നു, ഒരു രസമായ ഒരു സംഭവമാണ്. ഡോക്ടർ ചിത്രം വാങ്ങിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ആ ഡോക്ടർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ വീൽ ചെയർ കൊടുക്കുന്നതിലും ഫിസിയോതെറാപ്പീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിലും അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിലുള്ള പല ഇമ്പാക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ സ്വപ്നചിത്ര എന്ന് പറയുന്നത് ഒരു കളക്റ്റീവാണ്. ചേച്ചിക്ക് അറിയാലോ, നമ്മളെ കൂടെ 6 ദിവസം ലീവ് എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് രാപ്പകൽ ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാണ്. മറ്റ് എഡിഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം നമ്മൾ ആർട്ട് ഗാലറി പരിസരത്ത് സാധാരണ രീതിയിൽ ആളുകൾ പ്രദർശനം നടത്തുന്നു, വന്ന് പോകുന്നു. പക്ഷേ ഇതല്ലായിരുന്നു, ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഉത്സവം എന്നൊക്കെ പറയാമല്ലേ. ആർട്ട് ഗാലറി ആക്സസിബിലിറ്റി ആക്കുന്നതിൽ ഈ സ്വപ്നചിത്രയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഇടക്കാലത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വഴിയൊക്കെ അത്രത്തോളം ആക്സസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ആർട്ട് ഗാലറി ഡിഫറൻ്റ്ലി ഏബിൾ ഫ്രണ്ട്ലി ആയൊരു സ്പേസാണ്. അതിൻ്റെ തുടക്കങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതായത് മുമ്പോട്ട് കയറാനുള്ള റാമ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പേസ് ആക്സസിബിൾ ആക്കാൻ പോലും ഒരു ഇവൻറ്റിന് ചെറിയ രീതിയിലുള്ളൊരു റോള് വഹിക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും സ്വന്തമായ വീൽ ചെയറിൽ പോയിട്ട് ചിത്രങ്ങൾ മുഴുവൻ കാണാം. ആ രീതിയിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്വപ്നചിത്രയുടെ കോർഡിനേറ്റർമാരെല്ലാം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ്. അവരാണ് ഒരു അഡ്വക്കസി നമ്മൾ പറയില്ല, അവരവരെക്കുറിച്ച് പറയണം. ആ രീതിയിലേക്കുള്ളൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കലുകൂടി നമ്മൾ മനസ്സിൽ കാണുന്നൊരു സാധനമാണ്. മുഴുവൻ ആളുകളും വരിക, ചിത്രങ്ങൾ സ്വന്തമാക്കുക, അവർക്ക് അവരെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഇത് ഇനിയും കുറേ പേരുണ്ടല്ലേ, കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലായിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്രെയിം ചെയ്ത ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന് കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചതിന് ശേഷം അവരെയും കൂടി താല്പര്യത്തിനനുസരിച്ച് ഒരു എമൗണ്ട് നിശ്ചയിക്കണം. അവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ എമൗണ്ട് പൂർണ്ണമായിട്ടും അവരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ആ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതല്ല.
അപ്പോൾ ഇതിലുള്ള ഒരു കാൻഡിഡേറ്റ്സിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അദ്ദേഹം ചിത്രം വരയ്ക്കുന്നില്ല. അയാളുടെ മൊബിലിറ്റി പൂർണ്ണമായിട്ടും കൈയിൻ്റെയൊക്കെ മൊബിലിറ്റി പൂർണ്ണമായിട്ടും പ്രയാസത്തിലാക്കും. അപ്പോൾ 1.5 വർഷം മുമ്പേ വരച്ചു വെച്ചൊരു ചിത്രം നമ്മളൊരു ഫോട്ടോ അവരെ അയച്ചിരുന്നു. ആ ഫോട്ടോ നമ്മൾ കളക്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വരുമ്പം നമ്മൾ വിചാരിക്കാത്തൊരു ഇമ്പാക്റ്റ് വരാം. ആദ്യമായിട്ട് എക്സിബിഷൻ നടത്തുന്ന ഒരാൾ വന്ന് കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ നമുക്ക് സങ്കല്പിക്കാം. അവർ വന്നിട്ട് വലിയ പോപ്പുലർ ആയ ആളുകൾ ഇതിലുണ്ടല്ലോ. നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിൽ തന്നെ എക്സ്പ്ലോസീവായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെ കൂടെ നിന്നിട്ട് അവരെ ചിത്രവും അതേ ചുമരിൽ കാണുമ്പോൾ പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് അവരോട് ചോദിക്കുകയാണ് ചെയ്യുക. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണോ വരയ്ക്കേണ്ടത്, പുതിയ പേപ്പേഴ്സ് ഏതാണുള്ളത്, അങ്ങനെ ക്രിയേറ്റീവായ ഡിസ്കഷനിലേക്ക് അവരും പോകുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു എൻറ്റയർ ചേഞ്ചസ് നമുക്ക് സ്വപ്നത്തിലൂടെ കൂടി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. നല്ല രസമുള്ള ചിത്രങ്ങൾ ഇവിടെ കാണുന്നൊക്കെ നല്ല രസമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ വരച്ചിരിക്കുന്ന അതിമനോഹരമായ ചിത്രങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾ ആരും മിസ്സാക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. കാണാൻ മാത്രമല്ല ഈ വാങ്ങിക്കണം. അവർക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ കൂടിയാണ് ഇവർ ഈ ചിത്രപ്രദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ പലരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം പടർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവരെയും സ്വപ്നചിത്രയ്ക്കൊപ്പം ഞാനും ക്ഷണിക്കുകയാണ് കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലേക്ക് ഫെബ്രുവരി 6-ന്. വിപിൻ വെൺപകലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.